റിട്ടയർഡ് SP സുഭാഷ് ബാബു കൂടി തത്സമയം മീഡിയ വണ്ണിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഇതിപ്പോൾ ഇവിടെ ഈ മരിച്ച സുധാകരന്റെ മകളടക്കം പറയുന്നത് അവർ പലതവണ പരാതി നൽകിയിട്ടുണ്ട്, ഒരു മാസ് പെറ്റീഷൻ തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ടും ഇത്തരത്തിൽ 2 കൊലപാതകങ്ങൾ കൂടി നടത്താൻ ചെന്താമരയ്ക്ക് ആയിരിക്കുന്നു. പോലീസിന് എവിടെയായിരിക്കും വീഴ്ച പറ്റിയിരിക്കുക? അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അദ്ദേഹത്തിന് പഞ്ചായത്തിൽ കിടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എന്നതിന് ശേഷം ഇങ്ങനെ ഒരു പരാതിയുണ്ട്. ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ പോലീസ് വിളിച്ചിരുന്നു. പോലീസ് വിളിച്ചതിന് ശേഷവും അദ്ദേഹം പിന്നെ ഇനി അവിടെ നിന്ന് പോവുകയാണ്, കോയമ്പത്തൂർ അവിടെ പോവുകയാണെന്ന് പറഞ്ഞതിന് ശേഷം ആ പോലീസ് അയാളെ വിട്ടു, അല്ലെങ്കിൽ അയാൾ പോയതിന് ശേഷം അയാൾ അവിടെ പോയിട്ടില്ല എന്നുള്ള ന്യായീകരണം അതൊരിക്കലും ശരിയല്ല. കാരണം ഒരു വ്യക്തിയുടെ പിന്നെ റിമാൻഡിൽ ഉള്ള അവസരത്തിലെല്ലാം പിന്നെ ജയിലിലുള്ള അവസരത്തിൽ ബെയിൽ കണ്ടീഷന് വിപരീതമായിട്ട് അദ്ദേഹം അവിടെ വന്നിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹത്തിനെ പിടിച്ചിട്ട് പോലീസിന് നടപടി സ്വീകരിക്കായിരുന്നു. പോലീസ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടതെന്നും ആ പുറത്തേക്ക് വിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണല്ലോ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പൊ അവര് വ്യക്തമായിട്ട് അടുത്ത വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും ഈ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു. അദ്ദേഹം മാനസികമായ പ്രശ്നമാണ്, ഈ വെല്ലുവിളികൾ വീണ്ടും നടത്തുന്നുണ്ട്. ആദ്യത്തെ കേസ് തന്നെ നടന്നപ്പോൾ തന്നെ ഇനിയും 2 ആളുകളെ കൂടെ ഞാൻ എന്തായാലും ശരി വകവരുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി വീണ്ടും ഇതേമാതിരി വരികയും വന്നതിന് ശേഷം പിന്നെ അവര് പരാതി കൊടുത്തിട്ട് പോലും പോലീസ് അതിനകത്ത് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് ഒരു വീഴ്ചയാണ്. അത് എന്ത് ന്യായീകരണമായാലും ശരി, അദ്ദേഹം ഇന്ന സ്ഥലത്ത് വരാൻ പാടില്ല എന്നുള്ള കണ്ടീഷനിലായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതെങ്കിൽ അത് ഈ അവസരത്തിലും തീർച്ചയായിട്ടും ആ ജാമ്യ വ്യവസ്ഥ പാലിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹമുണ്ട്. അത് പാലിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പോലീസിന് നടപടി സ്വീകരിക്കാമായിരുന്നു. അത് നടപടി സ്വീകരിക്കാതിരുന്നത് എന്തായാലും പോലീസിന്റെ വീഴ്ചയാണ്. ആ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇതേമാതിരി കൊലപാതകം ഉണ്ടായത് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും ശരി, ശക്തമായ രീതിയിൽ ഒരു നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വീഴ്ച വരുത്തി എന്നുള്ളത് എന്തായാലും പോലീസ് സമ്മതിക്കേണ്ടി വരും. പോലീസ് എന്ത് ന്യായീകരണം പറഞ്ഞാൽ തന്നെയും ആ വ്യക്തിയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പ്രത്യേകിച്ച് ഈ വെല്ലുവിളികളൊക്കെ പിന്നെ ആ വീട്ടുകാരും നാട്ടുകാരും അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചോളം ഭയാശങ്കകളുണ്ട്. അത് പോലീസ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും അതിന് സത്വരമായ നടപടിയെടുത്ത് ആ വ്യക്തിയെ അവിടെ നിന്ന് മാറ്റാൻ നടപടി സ്വീകരിച്ചില്ല. അത് മാറിപ്പോകുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനുള്ള നടപടി സ്വീകരിക്കാമായിരുന്നു. അത് സ്വീകരിക്കാതിരുന്ന് എന്തായാലും ശരി വീഴ്ചയായി പോലീസ് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു 2 കൊലപാതകം നടന്നത് എന്നുള്ളതിന് സംശയം വേണ്ട. അതായത് ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി അടക്കം പറയുന്നത് ഇത്തരത്തിൽ പോലീസുകാർ ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് പ്രശ്നക്കാരനാണ്, അത്തരത്തിൽ ജാമ്യ വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാകരുത് എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അത് അംഗീകരിച്ചില്ല എന്നൊരു വാദമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതെ, എന്തായാലും അദ്ദേഹത്തിന് ഒരു പഞ്ചായത്തിൽ കിടക്കരുതെന്ന് പറഞ്ഞിരുന്നല്ലോ. ആദ്യം അവിടെ ആ സ്ഥലത്ത് നിന്നും വരെ പിന്നെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെ വരരുതെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പഞ്ചായത്താണെങ്കിലും ശരി, ഈ പ്രദേശം അദ്ദേഹം ഇപ്പൊ ഈ കുറ്റകൃത്യം ചെയ്ത പ്രദേശം അതിൽ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതില് വ്യത്യസ്തമായ രീതിയിൽ ആ ജാമ്യ വ്യവസ്ഥയ്ക്ക് വ്യത്യസ്തമായ രീതിയിൽ ആ വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നടപടി സ്വീകരിക്കാമല്ലോ. അതിന് ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ജാമ്യവ്യവസ്ഥ കോടതി സമ്മതിച്ചു. കോടതി അങ്ങനെ പറഞ്ഞായിരുന്നാൽ പോലും ഒരു പഞ്ചായത്തിനുള്ളിൽ വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇനി അങ്ങനെ ഉണ്ടായാൽ പോലും ഇയാൾ അപകടകാരിയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കോടതി അതിന് നടപടി സ്വീകരിക്കുമായിരുന്നല്ലോ. അതല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്ന ഇപ്പൊ ഇവരെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഒരു പുതിയ കേസെടുക്കാം. ആ കേസെടുത്തതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പം നടപടികൾ സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം കുറ്റകൃത്യത്തിലേക്ക് വഴിഞ്ഞ് വീണിട്ട് പോലും ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാതെ അത് കോടതിയുടെ തകരാറ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം കോടതി പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ പോലും ഈ സ്ഥലത്ത് വരരുത് എന്നുണ്ടല്ലോ. അതിന് വ്യത്യാസമായി അദ്ദേഹം വന്നിടത്തുനിന്ന് അദ്ദേഹം പൊയ്ക്കോളാമെന്ന് പറഞ്ഞുള്ള കണ്ടീഷനിൽ പോലീസ് ന്യായീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ പ്രതി ചെന്താമര പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു. ആ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ മീഡിയ വണ്ണിൽ ലഭിച്ചിരുന്നത് നേരത്തെ സംപ്രേഷണം ചെയ്തതുമാണ്. ഇതിപ്പോൾ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു പ്രതിയെ സ്റ്റേഷനിൽ എത്തിക്കുകയും അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ട്, അയാൾ സ്ഥിരം ഇത്തരത്തിൽ കുറ്റവാളിയാണ്, ഈ പല രീതിയിൽ അതിക്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അത്തരത്തിൽ ഉള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പോലീസ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ വീണ്ടും അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോകും, തിരുപ്പൂരിലേക്ക് പോകും എന്ന് നാട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീണ്ടും ഇത്തരത്തിൽ എത്തിയൊരു കൊലപാതകം നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുക? അത് പോലീസ് ഗൗരവതരമായിട്ട് അതിനെ കണ്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഒരു ജാമ്യ വ്യവസ്ഥയ്ക്ക് വ്യത്യാസമായ ഒരാൾ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച വ്യക്തിയെ കൊണ്ട് ഈ അദ്ദേഹം ഏത് കേസിലാണോ ജയിലിൽ പോയിരിക്കുന്നത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടും ഭീഷണിയും നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ ആ നാട്ടിലുള്ള വ്യക്തികൾക്ക് ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നു. അവരതിന് പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഗൗരവം തിരിച്ചറിയണം. ആ ഗൗരവം തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇനി ഈ വ്യക്തിയെ മാനസിക പ്രശ്നം ഉള്ള വ്യക്തി ആയാൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് കുറ്റകൃത്യത്തിന് ന്യായീകരണമല്ലല്ലോ. അപ്പൊ എന്നാൽ തന്നെയും ഈ വ്യക്തിയെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടി കൗൺസിലിങ്ങിന് വിധേയമാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അത് എന്തായാലും ശരി, പരാതി വന്ന സാഹചര്യത്തിൽ എന്ത് കണ്ടീഷൻ കോടതിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഒരു പരാതി വന്നു, പ്രത്യേകിച്ച് രേഖാമൂലമായ പരാതി ഭീഷണിപ്പെടുത്തി എന്ന് കൊടുക്കുന്ന അവസരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ ആ പ്രതിയുടെ അത് മാനസിക പ്രശ്നമുള്ള ആളാണ്, അയാൾ എന്തും ചെയ്യാൻ മടിക്കുന്ന ആളാണ് എന്നും അതുപോലെ വെല്ലുവിളി സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പോലും അതിന് നടപടി മുന്നോട്ട് സ്വീകരിക്കാതിരുന്നപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് പോലീസിന്റെ വീഴ്ചയല്ലേ? അത് വീഴ്ച തന്നെയാണ്. അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് എന്തെങ്കിലും പറഞ്ഞാലും അതിനെ നമ്മൾ നിയമത്തിന്റെ ദൃഷ്ടിയിൽ ശരി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെയാണ് ഇവിടെ ഇതേപോലുള്ള പോലീസിന്റെ വീഴ്ച എന്ന് പറയാൻ. പോലീസിന്റെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. അതിന് വേണ്ട രീതിയിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ പ്രതി അവിടുത്തെ സാന്നിധ്യം ഉറപ്പുവരുത്തി. ആ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്വഭാവക്കാരനെ പറ്റി ഒരു പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അവരോടുള്ള വിദ്വേഷം അധികരിക്കുകയും അപ്പൊ തന്നെ അയാള് ഇവരുടെ പേരിൽ പ്രതികാരം എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സാധാരണ ബുദ്ധി മനസ്സിലാക്കേണ്ടായിരുന്നു. കാരണം അയാളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് എല്ലാവരും പറയുമ്പോൾ അതില് വീഴ്ച വരുത്തി എന്നുള്ളത് എന്തായാലും അത് സമർത്ഥിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ സുധാകരന്റെ മകളുമായി നമ്മുടെ പ്രതിനിധി അഖിൽ സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു ഈ ചെന്താമരയുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ അയാൾ തന്നെ അടക്കം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ. അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റ് സ്ത്രീകളും അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ മറ്റൊരു കാര്യം കൂടി ആ കുട്ടി സൂചിപ്പിക്കുന്നത്, ഈ തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെയുള്ള പോലീസുകാരിൽ പലരും പറയുന്നത് ഞങ്ങൾ പുതിയ ആളുകളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല എന്നാണ്. എങ്ങനെയാണ് പോലീസിന് അങ്ങനെ ഒരു ഇത്തരത്തിൽ ഒരു പരാതിയുമായി വരുന്ന ഒരാളോട് അങ്ങനെ ഒരു സമീപനം എടുക്കാൻ കഴിയുക? എങ്ങനെയാണ്? തീർച്ചയായിട്ടും അല്ലല്ലോ, അവരറിയണമല്ലോ. അറിയില്ലേ പണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ രേഖകൾ പരിശോധിക്കാം. ഈ രേഖകളൊക്കെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിൽ വന്ന് അന്വേഷിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പുതിയ ആളുകളാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുതിയ ആളുകൾക്ക് നിയമം ബാധകമല്ലേ? നിയമപരമായ നടപടികൾ അവർ സ്വീകരിക്കാൻ അവർക്ക് എന്തെങ്കിലും വിടുതൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ന്യായമായിട്ട് നിയമപരമായിട്ട് അവരെന്ത് നടപടി സ്വീകരിക്കണമോ ആ നടപടി സ്വീകരിക്കണം. ഞങ്ങൾക്ക് പഴയ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ന്യായീകരണമല്ല. അത് പോലീസ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. എന്തായാലും ശരി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുൾപ്പെടെ പരാതി വരുന്ന അവസരത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും ഗൗരവ സാഹചര്യമുണ്ട്. അവര് മാത്രം വീട്ടുകാർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വിദ്വേഷം കൊണ്ടോ വെറുപ്പുണ്ടോ ആണെന്ന് പറയാം. പക്ഷെ ഇതല്ല, നാട്ടിലുള്ള ആളുകളെ പരിസര പ്രദേശത്തെ ആളുകൾ മുഴുവൻ ഭയാശങ്കകളോടെ പരാതി മാസ് പെറ്റീഷൻ പോലും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ അതിന്റെ ഗൗരവം എന്തുകൊണ്ട് ഉൾക്കൊണ്ടില്ല എന്ന് പോലീസ് സമാധാനം പറയണ്ടേ? അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കണം. അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് കഥയുണ്ടെന്ന് അറിയില്ലോ. ആ കഥയുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കൊലപാതകം നടന്നത് എന്നുള്ളതിന് സംശയം വേണ്ട.
അത് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആളുകളൊക്കെ അവിടെ ഇപ്പോഴല്ലല്ലോ, പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നുണ്ട്, അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട്. പിന്നെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതാണല്ലോ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഭരണഘടന പോലും അവരെ സംബന്ധിച്ചോളം പ്രത്യേകമായ സുരക്ഷിതത്വം നൽകിയിരിക്കണം എന്ന് വിവക്ഷിക്കുന്ന ഒരു സംവിധാനത്തില് പോലീസിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ന്യായീകരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും അത് പോലീസ് അങ്ങനെ തന്നെ ഒരു വീഴ്ചയായിട്ട് എന്തിനാണെങ്കിലും അവർ സമ്മതിക്കേണ്ടതാണ്. എന്തായാലും ശരി, അത് ഒരു സത്യമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ.